പല ജ്യോത്സ്യന്മാരുടെ അടുത്തും പോയി നോക്കി. ഇനിയൊരു വിവാഹം സാധ്യമാകുമോ എന്നതായിരുന്നു തനിക്ക് സംശയം. എത്രയോ നാളുകൾ വിരഹദുഃഖം പേറി ജീവിച്ചു. തനിക്കൊപ്പം ചാരു ജീവിച്ചത് 3 വർഷം. കുട്ടികൾ വേണമെന്നോ വേണ്ടയോ എന്ന് തീരുമാനിച്ചിരുന്നില്ല. ഈശ്വരൻ വിധിച്ച സമയം നമുക്ക് അനുവദിച്ചു കൊടുക്കാം എന്നതായിരുന്നു തങ്ങൾക്കിരുവർക്കും തോന്നിയിരുന്നത്. 3 വർഷങ്ങൾ തങ്ങൾക്ക് 3 നൂറ്റാണ്ടായിട്ടായിരുന്നു തോന്നിയത്. തങ്ങളുടെ സ്നേഹത്തിന് ഈശ്വരൻ പോലും കണ്ണുവെച്ചു. ചാരുവിൻ്റെ മരണശേഷം വിവാഹത്തിന് പലരും നിർബന്ധിച്ചു. ചാരുവിൻ്റെ അനുജത്തി സാവിത്രിയെ വിവാഹം ചെയ്യാൻ പലരും രഹസ്യം പറഞ്ഞു. പക്ഷേ ചാരുവിൻ്റെ കുടുംബക്കാർ അതിന് തയ്യാറായില്ല. കാരണം ഇനിയൊരു കുട്ടിയെ കൂടി ഗുരുതി കൊടുക്കാൻ വയ്യാത്രേ. താനത് കേട്ട് അന്താളിച്ചു. അപ്പോൾ താനവർക്ക് അന്യനായി എന്നവർ പറയാതെ പറഞ്ഞു. അവരുടെ മിഴികളിലെല്ലാം താനവരുടെ മകളെ മരണത്തിലേക്ക് നയിച്ചതിനുള്ള കാരണക്കാരനാണെന്ന് ഒരു ഭീതി ഒളിഞ്ഞു കിടന്നിരുന്നു. അവളുടെ താലി, വിവാഹ പട്ടുസാരി, ആഭരണങ്ങൾ എല്ലാം തന്നെ നോക്കി കൊഞ്ഞനം കുത്തിയിരുന്നു. മാധവൻ മെല്ലെ മിഴികളടച്ചു. താഴ്വരയിൽ നിന്നും ഒരു ഇളം കാറ്റ് പതിയെ വന്നണഞ്ഞു. എപ്പോഴോ നിദ്ര വന്നത് അയാൾ അറിഞ്ഞതേയില്ല. പാറുക്കുട്ടി ചായയും കൊണ്ട് തൻ്റെ മുമ്പിൽ നിൽക്കുന്നത്, തൻ്റെ മുടിയിഴകൾ ഒതുക്കി വയ്ക്കുന്നത്. അയാൾ പാറുവിനെ ഒന്ന് തലോടാൻ കരങ്ങൾ ഉയർത്തി. മെല്ലെ മിഴികൾ വിടർത്തി. ചുറ്റുപാടും ആരുമുണ്ടായിരുന്നില്ല. പിന്നീട് അയാൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. മെല്ലെ എഴുന്നേറ്റ് ചാവടിയിൽ കൂടി പതിയെ നടന്നു. നടക്കും തോറും വരിഞ്ഞു മുറുങ്ങുന്ന ഓർമ്മകൾ. ഭാഗവതം പാരായണം ചെയ്യുവാൻ 2 പേരെങ്കിലും വേണം. എല്ലാ വർഷവും വായിക്കുന്ന ഇരുവരിൽ ഒരാൾ കിടപ്പിലായതായി ശങ്കുവേട്ടൻ പറയുന്നത് കേട്ടു. ആയതിനാൽ മറ്റൊരാളെ കണ്ടെത്തിയേ പറ്റൂ. തലേന്നാൾ കഴുകി വെച്ച ചെമ്പുകളും കുടങ്ങളും തിളങ്ങുന്നു. ആളുകൾ നിറഞ്ഞു നിന്നിരുന്ന കാലത്ത് എന്തെല്ലാം ആഘോഷങ്ങളായിരുന്നു ഇവിടെ നടന്നത്. ധനുമാസ തിരുവാതിര സമയത്തുള്ള 2 ദിവസത്തെ ഘോഷം ചില്ലറയല്ല. തിരുവാതിരക്കളിയും പുഴുക്കുണ്ടാക്കലും വ്രതമിരിക്കലും. അതുമാത്രമല്ല, സ്ത്രീജനങ്ങളുടെ അതിരാവിലെയുള്ള കുളിയും തേവാരവും. അതൊരു കാലം. പിന്നത് മാത്രമല്ലല്ലോ, കഥകളിയും ചാക്യാർകൂത്തും എന്ന് വേണ്ട. ഒരു വർഷത്തിൽ 10 മാസവും ആഘോഷങ്ങൾ തന്നെ. അന്നത്തെ കാലത്തെ ധനുമാസത്തിലുള്ള കുളിരുള്ള സമയത്തെ കുളിയാണ് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത്. അതുമാത്രമല്ല, കഥകളി ചെയ്യുന്ന ആൾക്കാരെ വിളിക്കാറുണ്ടായിരുന്നു. ഏതെല്ലാം വേഷത്തിലുള്ള കഥകളിയാണ് ഇവിടെ വെച്ച് ചെയ്തിട്ടുള്ളത്. അച്ഛന് അത്രമേൽ ഇഷ്ടമായിരുന്നു കഥകളി. പച്ച, കത്തി, കരി എന്ന് വേണ്ട പലതരത്തിലുള്ള കഥകളിയാണ് നടക്കാറ്. നേരം വെളുത്ത് വരികയാണ്. 3 ദിനങ്ങൾ ഓഫീസിൽ നിന്ന് ലീവ് എടുത്തിട്ടുണ്ട്. കാരണം താനിവിടെ ഇല്ലെങ്കിൽ ഒന്നും ശരിയാവില്ല. മാധവൻ സ്റ്റൗവിൽ അല്പം ചായ ഇട്ട് കുടിച്ചു. അതിനുശേഷം മുറ്റത്തേക്കിറങ്ങി. നേരം വെളുത്തു വരുന്നതേയുള്ളൂ. ഓപ്പോളുടെ ശബ്ദം കേൾക്കാം. കിണറ്റിൻകരയിൽ ഒരനക്കം. തിരിഞ്ഞു നോക്കി. പാറു കുളി കഴിഞ്ഞ് തിരുമ്മിയ തുണികൾ പിഴിഞ്ഞു വിരിക്കുകയാണ്. അവിടേക്ക് ഒന്ന് ഓടിച്ചെല്ലാൻ തോന്നി. എങ്കിലും അത്ര വരെ നടന്നു. അതിനുശേഷം പറഞ്ഞു, എനിക്ക് നല്ല വിശപ്പുണ്ട് പാറു. എന്തെങ്കിലും ഉണ്ടാക്കിയതുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് കൊണ്ടുവന്നോളാം. അയാൾ അതും പറഞ്ഞ് പാറുവിനെ നോക്കി. മുഖം വ്യക്തമല്ല. എങ്കിലും പാറു പറഞ്ഞു, ഇതാ ഇപ്പോൾ തന്നെ കൊണ്ടുവരാം.